കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വചനം പറയുന്നു, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. കർത്താവായ യേശു നമുക്ക് വേണ്ടി, നമ്മൾക്ക് വിരോധമായി ശത്രു ഒരുക്കിയ എല്ലാ കയ്യെഴുത്തുകളെയും കർത്താവ് മായ്ച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ആ ക്രൂശിൽ നമുക്ക് വലിയൊരു കൈമാറ്റമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ലെന്ന വചനം പറഞ്ഞതുപോലെ അതിനെ ജയിക്കുവാൻ ഈ ഭൂമിയിൽ യേശു നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ, നമുക്കൊരു കാര്യസ്ഥനായിട്ട് പരിശുദ്ധാത്മാവിനെ തരുവാൻ കർത്താവ് ആ ക്രൂശിൽ സകലതും നിവർത്തിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും കർത്താവ് കുറ്റം വിധിക്കാൻ പോവുകയാണ്. നമ്മളെ ദൈവം കുറ്റം വിധിക്കുന്ന ദൈവമെന്നല്ല, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നത്, നിനക്ക് വിരോധമായി എഴുതിയ ചില കയ്യെഴുത്ത് പ്രതികളെ കർത്താവ് ക്രൂശിൽ തറച്ചു. അത് എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടുന്ന എന്ത് പ്രതികൂലമാണോ എഴുത്തുമായി വെച്ചിരിക്കുന്നത്, അത് കർത്താവ് എന്നേക്കുമായി നീക്കിയിരിക്കുന്ന ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഇനി നിങ്ങൾ ആ കയ്യെഴുത്ത് പ്രതിയെ ഓർത്ത് ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നമുക്കൊരു കർത്താവ് അതെല്ലാം പൂർത്തീകരിച്ചു. ആ ക്രൂശിൽ സകലവും നിവർത്തിച്ചെന്ന വചനം പറയുന്നത്. ആ വചനത്തെ നിങ്ങൾ നിങ്ങളുടെ വായ് കൊണ്ടേറ്റ് പറയുക. കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി, എനിക്കെതിരെ എഴുതിയ എല്ലാ കയ്യെഴുത്ത് പ്രതികളും, എനിക്കെതിരെയുള്ള എല്ലാ നിയമങ്ങളെയും കർത്താവ് മാറ്റി. ചില രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി ചില നിയമങ്ങൾ എഴുതാൻ പോവുകയാണ്. ഇപ്പോൾ വിരോധമായി നിങ്ങൾക്കവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ്, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിരിക്കുന്നു. അത് നിങ്ങൾക്ക് അനുകൂലമായി, നിങ്ങൾ പറയണം, അത് എനിക്ക് അനുകൂലമായിട്ട് കർത്താവ് തിരിക്കാൻ പോവുകയാണ്. ക്രൂശിൽ യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. ആ നിയമം എനിക്ക് വേണ്ടി കർത്താവ് ചില രാജ്യങ്ങളുടെ നിയമത്തെ തിരുത്തും. ഹല്ലേലൂയ. കാനഡ, അങ്ങനെ ചില UK രാജ്യങ്ങളിൽ നിന്ന് പുറത്ത് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇല്ല, നിങ്ങൾക്ക് അനുകൂലമായി ചില നിയമങ്ങൾ ഞാൻ എഴുതും. ഞാൻ നിങ്ങൾക്ക് അനുകൂലം. മനുഷ്യൻ നിങ്ങളോട് എന്ത് ചെയ്യുമെന്ന വചനം അവിടെ പ്രവർത്തിക്കാൻ പോവുകയാണ്. കർത്താവ് ഈ മാസം തന്നെ അത് ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.